സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുങ്ങി തൃശൂർ കലാമാമാങ്കം പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ വിദ്യാർത്ഥികളുടെ സംഘം സജീവമാണ്. കലോത്സവത്തിനെത്തിയ ആദ്യ സംഘത്തിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. കലോത്സവത്തിനെത്തുന്ന അതിഥികളുടെ വയറും മനസ്സും നിറയ്ക്കാൻ പഴയിടം മോഹനൻ നമ്പൂതിരി ഒരുക്കുന്ന രുചികരമായ വിഭവങ്ങളുണ്ടാകും. കലവറ ഒരുക്കങ്ങൾ കാണാൻ മന്ത്രിയും സംഘാടകരുമെത്തി. ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. 4 നേരമായി 60,000 പേർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരുമെന്നാണ് ഒരു പൊതുവിൽ എടുത്തിട്ടുള്ള ഒരു കണക്കെന്ന് പറയുന്നത്. നാളെ രാവിലെ ദോശയോടുകൂടി ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കുന്നു. അതിൻ്റെ അകത്ത് ഞങ്ങൾ മില്ലറ്റ് ദോശ കൊടുക്കുന്നുണ്ട്. കൊങ്ങിണിമാരുടെ ഒരു വിഭവമാണ്. പിന്നെ വൈകുന്നേരം പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം മുതൽ വൈകുന്നേരം ചപ്പാത്തിയാണ് കൊടുക്കുന്നത്. ഈ വർഷം വാർത്തകളും മത്സര വിവരങ്ങളും അപ്പോൾ എത്തിക്കാൻ മീഡിയ സെന്റർ സജ്ജം. കലോത്സവ നഗരി മാലിന്യമുക്തമാക്കാൻ വിദ്യാർത്ഥികളുടെ സംഘം സജീവം. ഞങ്ങളിവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടുന്നവരെയും അങ്ങനെയുള്ളവരൊക്കെ പിടിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ വേസ്റ്റ് കാണാൻ വെച്ചാൽ ഞങ്ങൾ ഹരിത കൊട്ട നിർമ്മിച്ചിട്ടുണ്ട് സെൻറ്റ് അഗസ്റ്റീനത്തെ കുട്ടനല്ലൂരത്തെ സ്റ്റുഡൻസ്. അപ്പോൾ അതിൽ ഞങ്ങൾ വേസ്റ്റ് കൊണ്ടുപോയി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. കലോത്സവത്തിനെത്തിയ ആദ്യ സംഘത്തിന് റെയിൽവേ സ്റ്റേഷനിൽ ആവേശോജ്വലമായ സ്വീകരണം. പുലികളിയും മേളവും അകമ്പടിയായി. ആളൊരുങ്ങി, അരങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ കലയുടെ സംഗമവേദിയാകാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ രാവിലെ കൊടി കൊട്ടി കയറി കഴിഞ്ഞാൽ പിന്നെ അരങ്ങിൽ സകല കലകളുടെ മേളപ്പെരുക്കമായിരിക്കും. അതിനായി കാത്തിരിക്കുകയാണ്. ഇതാ ഇവരും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെമെല്ലാം ഹരിതചട്ടം പാലിച്ച് നല്ല വൃത്തിയായി പ്രകൃതി സൗഹൃദമാക്കി മാറ്റാനായി ഒരുപാട് വിദ്യാർത്ഥികൾ കൂട്ടായിട്ടുണ്ട്. അല്ലേ? റെഡിയല്ലേ? പൂരനഗരിയിൽ നിന്ന്, കലോത്സവ നഗരിയിൽ നിന്ന് സ്മിത ഹരിദാസ്, ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.